എല്ലാവർക്കും പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഇടുക്കിയിലെ വീഡിയോസാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ കഴിഞ്ഞ വീഡിയോയായ പാഞ്ചാലിമേട്ടിലെ വീഡിയോ നിങ്ങൾ ഇനിയും കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് ആദ്യം കണ്ടിട്ട് വരും നിങ്ങളെല്ലാവരും. അങ്ങനെ പാഞ്ചാലിമേട്ടിൽ നിന്ന് നമ്മൾ കുമളിയിലേക്ക് പോകുമ്പോൾ കുട്ടിക്കാനത്ത് നിന്നൊരു 4 കിലോമീറ്റർ കഴിയുമ്പോൾ കോട്ടയം കുമളി സംസ്ഥാന പാതയിൽ സ്ഥിതി ചെയ്യുന്നൊരു വെള്ളച്ചാട്ടമാണ് വളഞ്ഞങ്ങാനം വെള്ളച്ചാട്ടം. വളരെ പേര് കേട്ടൊരു വെള്ളച്ചാട്ടമാണ് വളഞ്ഞങ്ങാനം വെള്ളച്ചാട്ടം. കാരണം ഈ റൂട്ടിൽ പോണ എല്ലാവരും ഇവിടെ നിർത്തി വിശ്രമിച്ചിട്ടേ പോകാറുള്ളൂ. ഏകദേശം ഒരു 75 അടിയോളം ഉയരത്തിൽ നിന്ന് പതിക്കുന്ന ഈ വെള്ളച്ചാട്ടം കേരളത്തിലെ ചെറിയ വെള്ളച്ചാട്ടങ്ങളിലൊന്നാണ്. വേനൽക്കാലം ആയതുകൊണ്ട് വെള്ളച്ചാട്ടത്തിൽ വെള്ളം വളരെ കുറവായിരുന്നു. വെള്ളച്ചാട്ടത്തിന് താഴോട്ട് നോക്കിയപ്പോഴേക്കും ഒരുപാട് വേസ്റ്റൊക്കെ ഇട്ട് അവിടെ മൊത്തം മലിനമാക്കി ഇട്ടേക്കണായിരുന്നു. ദയവായിട്ട് ഇതിൽ വരുന്നവർ ഇവിടേക്ക് വേസ്റ്റൊക്കെ ഇട്ട് ഇത് നശിപ്പിക്കാതെ ശ്രദ്ധിക്കുക. വെള്ളച്ചാട്ടത്തിന് തൊട്ടടുത്ത് തന്നെ നമുക്ക് ഒരുപാട് കടകൾ കാണാം. രാത്രിയിൽ അതൊക്കെ ഓപ്പൺ ആയിരിക്കും. അതുകൂടാതെ ഇപ്പോൾ വെള്ളച്ചാട്ടത്തിന് മുമ്പിൽ നോ പാർക്കിംഗ് ബോർഡ് വെച്ചിട്ടുണ്ട്. പണ്ട് ഇതിനു മുമ്പിൽ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് എപ്പോഴും ഒരു ട്രാഫിക് ബ്ലോക്കൊക്കെ ആയിരിക്കും. അതുകൊണ്ടാണെന്ന് തോന്നുന്നു പീരുമേട് പോലീസ് ഇപ്പോൾ ഒരു ബോർഡൊക്കെ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ശരിക്കും വളഞ്ഞങ്ങാനം വെള്ളച്ചാട്ടം വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന സമയം മഴക്കാലമാണ്. ഞാൻ ഇതിനു മുമ്പ് മഴക്കാലത്ത് പോയൊരു വീഡിയോ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. കണ്ടില്ലേ നമ്മുടെ ആ ഇപ്പോഴത്തെ വെള്ളമില്ലാത്ത വെള്ളച്ചാട്ടത്തിൽ നിന്നും നിറഞ്ഞൊഴുകുന്ന വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ച. ശരിക്കും മൺസൂൺ മാസത്തിൽ വന്നല്ല കേട്ടോ ആ പച്ചപ്പിൻ്റെ ഇടയിലൂടെ പാല് പോലെ ഒഴുകുന്ന വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ച നമുക്ക് കാണാൻ പറ്റുള്ളൂ. ശരിക്കും ഈ വെള്ളച്ചാട്ടം ഫേമസ് ആവാൻ കാരണം ചാർലി മൂവിയിലെ പ്രധാന രംഗം ഇവിടെയാണ് ഷൂട്ട് ചെയ്തേക്കുന്നത്. ഇവിടെ ഒരു കന്നാസിലൊക്കെ ഒരു വെള്ളം ശേഖരിക്കുന്നുണ്ടോ? മലമുകളിൽ നിന്ന് വരുന്ന വെള്ളമാണ് ഇവർ ഓസിട്ട് പിന്നെ കന്നാസിൽ ശേഖരിച്ച് വെക്കുന്നത്. ചാർലി മൂവിയിലൊരു മെയിൻ സീൻ ഇവിടെയായിരുന്നു ഷൂട്ട് ചെയ്തത്. മലമുകളിൽ നിന്ന് വരുന്ന വെള്ളമാണ് കംപ്ലീറ്റ് മിനറൽസ് ആണെന്നും പറഞ്ഞ് ടോവിനോക്ക് ദുൽഖർ പറഞ്ഞു കൊടുക്കുന്ന രംഗമുണ്ട്. ആ സെയിം വെള്ളവും ആ സെയിം സ്പോട്ടുമാണിത്. അപ്പോൾ ഇതുവഴി പോണവർ ഇവിടെ ഒന്ന് നിർത്തി കുറച്ച് സമയം ചെലവിടാനായിട്ട് ശ്രമിക്കുക. പിന്നെ വരുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഞാനത് കാണിച്ചു തരാം. ഇതേ കണ്ടോ, ഇവിടെ വരുന്നവരും പോണവരൊക്കെ ഇവിടെ വലിച്ചെറിയുന്ന വേസ്റ്റാണ്. ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ വേസ്റ്റൊക്കെ ഇട്ട് നശിപ്പിക്കാതിരിക്കാൻ ഈ വഴി പോകുന്നവരെല്ലാം ശ്രദ്ധിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.